അമ്മേ, ശാരി ചേച്ചി വന്നിട്ടുണ്ട്. ഓ, എന്റെ ദൈവമേ, വന്നോ? എന്നിട്ട് എന്തിയേ? ആട് പ്രസവിച്ചല്ലോ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓ, ആ ആട്ടുകുഞ്ഞുങ്ങളെ പോയി കണ്ടു. ഇനി നോക്കിക്കേ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ആട്ടുകുഞ്ഞുങ്ങളെ ഒരെണ്ണത്തിന് ചോദിക്കും. കണ്ടോ? ചോദിക്കൂല്ലേന്ന് കണ്ടോ? നേരെ അതുങ്ങളുടെ അടുത്തോട്ടല്ലേ പോയത്. എന്റെ അമ്മ കുഞ്ഞുങ്ങളെ ഒന്നും ചോദിക്കൂലേ. ചേച്ചിക്ക് ഇവിടുന്ന് ആടിനെ നോക്കാനൊക്കെ സമയം. പണിക്ക് പോയിട്ട് വൈകുന്നേരം വരുമ്പോ 4:30 5 മണി ആകാനാവൂലേ. കൊള്ളാം. അവൾ ആ തീപ്പെട്ടി കമ്പനിയിൽ പണിക്കും പോയിട്ട് അപ്പുറത്തെങ്ങാണ്ട് ഒരു ഗൾഫുകാരുടെ വീടുണ്ട്. ആ വീട്ടിൽ അതും കഴിഞ്ഞ് വെച്ച് അടിച്ച് വാരി തുടച്ചിടാൻ വേണ്ടിട്ട് അവിടെ പോകും. പിന്നെ വേറെ വല്ല പണിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പണിക്കും പോകും. കിട്ടുന്ന പണിക്കെല്ലാം പോകും. കാരി ശാരി എന്റെ മോളും നിന്റെ കെട്ടിയവന്റെ പെങ്ങളും ഒക്കെയാ. പക്ഷെ ഒരു കൈ അകലത്തിൽ നിർത്തേണ്ട ഒരു പെണ്ണ അവള്. എന്നാ ചെയ്യാൻ വേണ്ടിട്ടാ? എന്നാലും ആടിനെ ഒന്നും ചോദിക്കൂലമ്മേ. ആടി ചോദിക്കും, നീ നോക്കിക്കോ. ഞാനല്ലേ പറയുന്നത്, എന്റെ മോളെ എനിക്കറിയാലോ. ഇനി അഥവാ ചോദിച്ച ഒരെണ്ണത്തിന് കൊടുത്തേക്കാം. 3 കുഞ്ഞുങ്ങളില്ലേ, ഒന്നിനെ കൊണ്ടുപോയിക്കോട്ടെ അമ്മേ. നമുക്ക് എന്തിനാ എല്ലാത്തിനും കൂടി, പാവമല്ലേ. പാവം പാവം, നീ ഒറ്റ ഒരുത്തിയാണ് അവളെ ഇങ്ങനെ വഷളാക്കുന്നത്. നീ വരുമ്പോ ഓരോ കൂട്ടം സാധനങ്ങൾ കെട്ടിപ്പറക്കി നീ ഓട്ടോ വിളിച്ചല്ലേ അവളെ വിടുന്നത്. അങ്ങനെ നീ പുന്നാരിപ്പിക്കാൻ നിൽക്കുന്നോണ്ട് ഏത് നേരം ഈ അതും ഇതും മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്, വേറെ ഒന്നുമല്ല. അമ്മേ, ചേട്ടൻ ആകപ്പാടെ ഒരു പെങ്ങളല്ലേ ഉള്ളൂ, കുറെ സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ. എന്റെ പൊന്നു പെണ്ണെ, അതിനെ കെട്ടിച്ച് വിട്ടതല്ലേ. ഒരാണൊരുത്തൻ അവളുടെ കൂടെ ഇല്ലേ? സ്വന്തം മക്കളെ അധ്വാനിച്ചിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഈ മാസം മാസം ആങ്ങളേടെ അടുത്ത് വന്നിട്ട് ആങ്ങളയുടെ പോക്കറ്റിൽ നിന്നല്ല മേടിച്ചുകൊണ്ട് പോകേണ്ടത്. കാശിന് കാശ്, സാധനത്തിന് കൊണ്ടുപോയി അങ്ങ് പഠിച്ചു പോയി. നീ ആണെങ്കിൽ അവളുടെ താളത്തിനൊപ്പം തുള്ളാനും. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ചേച്ചി അവിടെ നിൽപ്പുണ്ട്. എല്ലാ മാസവും വരും സ്വന്തം വീടാന്നും പറഞ്ഞുകൊണ്ട്. എന്തിനും കെട്ടിച്ചു വിട്ടാ അവിടെ അടങ്ങി പോയി നിക്കത്തില്ല. അതാ എനിക്ക് ഇപ്രാവശ്യം പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ടിട്ടാ വരുന്നത്. ഇപ്രാവശ്യം എന്നാ അതുങ്ങളെ കൂട്ടാതെ വന്നേന്ന് ആർക്കറിയാം. അയ്യോ, ഇല്ലെങ്കിൽ പിള്ളേർക്ക് പിള്ളേരുടെ വീതം, അവൾക്ക് അവളുടെ വീതം. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ ചേച്ചി? നല്ല അടിപൊളി കറിയായിരുന്നു. ഞാൻ അത്രയും ചോറ് തിന്നത് അതുകൊണ്ടാ. അല്ലെങ്കിൽ ദിവ്യയുടെ കറിയൊക്കെ സൂപ്പർ അല്ലേ. ഞാൻ എപ്പോഴും അവിടെ പറയേ ദിവ്യയുടെ കറിയുടെ കാര്യം. നല്ല കൈപ്പുണ്യമുണ്ട് ദിവ്യക്ക്. അല്ലെങ്കിൽ ദിവ്യയുടെ അമ്മയെ നന്നായിട്ട് കറിയൊക്കെ വെക്കുന്നതല്ലേ. എന്നാ പിന്നെ കറികളുണ്ടല്ലോ ഇവിടെ ഇഷ്ടം പോലെ. ഒരു കാര്യം ചേച്ചി പോകുമ്പോ ഞാൻ പാത്രത്തിലാക്കി തന്നു വിടാം. ആണോ? ഞാനാണെങ്കിൽ ഒരു ചമ്മന്തി മാത്രമേ ആക്കിയുള്ളേ. പിന്നെ ഇങ്ങോട്ട് പോരുവാ ചെയ്തത്. അന്നത്തെ കറി ഉണ്ടെങ്കിൽ തന്നു വിട്ടേനെ. അല്ലടി, നിനക്ക് ഈ മാസാമാസം സ്വന്തം വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ അവിടെ ഇരിപ്പുറക്കിയല്ല. എല്ലാ മാസവും ഈ വരുന്നത്. അത് പിന്നെ സ്വന്തം വീട്ടിൽ വരുന്ന ഒരു സന്തോഷമല്ലേ. എനിക്ക് എല്ലാ മാസവും നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടാലേ ഒരു മനസ്സിനൊരു സുഖമുള്ളൂ. ഒരു കണ്ടിട്ട് കുറച്ചാകുമ്പോൾ തന്നെ മനസ്സിനൊരു വിങ്ങല എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വന്തം വീട്ടിൽ വരുന്ന ഒരു സുഖമല്ലേ അമ്മേ. ഓ, അങ്ങനെ എല്ലാവരും വരുന്നവരെ നീ വെറുതെ വരുന്നതല്ലല്ലോ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നീ ഇവളുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുള്ള പൈസ ഇല്ലേ, അത് തിരിച്ചു കൊണ്ടുവന്നോ? അയ്യോ എന്റെ അമ്മ, അതൊന്നും വേണ്ട. നീ ഒന്നും മിണ്ടാതിരുന്നേ. എന്ത് വേണ്ടെന്നാ ഈ പറയുന്നത്? വേണ്ടെന്ന്. ഈ കാശിന് തന്നെ ഒരു വിലയും ഇല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രം മേടിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് നീ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? അമ്മേ, കഴിഞ്ഞ തവണ തന്ന 1000 രൂപ ഞാൻ തിരിച്ചു കൊടുക്കണമെന്ന് തന്നെ വിചാരിച്ചായിരുന്നു വാങ്ങിയത്. പക്ഷെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി പോയില്ലേ അമ്മേ. 3 ദിവസം ആശുപത്രിയിൽ കിടന്നു. പിന്നെ ഞാൻ ഇവിടെ വിളിച്ച് അറിയിച്ചില്ലെന്നേ ഉള്ളൂ. എങ്ങനെയൊക്കെയോ കാശ് ഒപ്പിച്ച് പണിയെടുക്കുന്നിടത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ടാണ് അമ്മേ പിന്നെ കാശ് തിരിച്ചു തരാൻ പറ്റാതിരുന്നത്. നിനക്ക് എന്നും ഓരോരോ കാരണങ്ങളുണ്ടല്ലോ. നിനക്ക് ഒരിക്കലും പൈസയും തികയില്ല, ഒന്നും തികയില്ല. നിനക്കൊരു കെട്ടിയവനുണ്ടല്ലോ. കെട്ടിയവനില്ലേ? കെട്ടിയവൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. എന്നിട്ട് നിനക്ക് ജീവിക്കാൻ നീയും പണിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നിനക്ക് ഈ ആങ്ങളുടെ അടുത്ത് മേടിച്ചുകൊണ്ട് പോകണോ? എന്നിട്ട് ഇനി മേല 5ന്റെ കാശ് ഒക്കെ കൊടുത്തു പോയേക്കരുത്. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ദിവ്യയോടാ പറയുന്നത്, 5ന്റെ കാശ് ഒക്കെ കൊടുക്കണ്ട. അമ്മ ഒന്ന് നിർത്തിക്കാമേ. ചേച്ചി വാ, നമുക്ക് ആ തേങ്ങയൊക്കെ പറക്കി വെക്കാം. തെങ്ങിന്റെ ചോട്ടിൽ തന്നെ കിടക്കുക. നമുക്കത് ചാക്കിനകത്ത് ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ആ രമേശന്റെ ഓട്ടോ വിളിക്കാം. എന്നിട്ട് അതിനകത്ത് കൊണ്ടുപോകാം. പിന്നെ എങ്ങനെയാ പറയാതിരിക്കുന്നത്? എങ്ങനെയാ? തേങ്ങ, മാങ്ങ, ചക്ക എന്ന് വേണ്ട സകലതും കെട്ടിപ്പറക്കി മാസം മാസം വന്ന് കൊണ്ടുപോകും. ഇതൊരു നാണക്കേട് വേണ്ടേ? ഒരു നാണം വേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. തേങ്ങയൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും. തേങ്ങയ്ക്ക് ഇപ്പൊ 1 കിലോയ്ക്ക് എത്ര വില എന്ന് വെച്ചിട്ടാ തേങ്ങയൊക്കെ എടുത്ത് വിൽക്കാൻ നോക്ക്. തേങ്ങയൊന്നും അധികം കൊടുക്കാനേ നിൽക്കണ്ട. പിന്നെ അത്രയ്ക്ക് ഇനിയിപ്പോ ഏതായാലും വന്നതായതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, 10 തേങ്ങ കൂടുതൽ ദിവ്യയോടെ ഞാൻ പറഞ്ഞത്, ഒരു തേങ്ങ കൊടുത്ത് വിട്ടേക്കരുത് കേട്ടോ. ഇവിടെ അവനും ജീവിക്കണ്ടേ. എനിക്കൊന്നും വേണ്ട ദിവ്യേ, ഒന്നും വേണ്ട. ഞാൻ പോവുക. അയ്യോ ചേച്ചി, അമ്മ പറയുന്നത് കേട്ടിട്ടാണോ? അമ്മ അങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ചേച്ചി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. നീ കൊതികുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ആങ്ങളമാരെ പറഞ്ഞിട്ടുള്ള പെങ്ങന്മാര് ജീവിക്കണ്ട. എനിക്കും ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു നാത്തൂന്.
എന്റെ ദൈവമേ, എന്റെ കെട്ടിയവന്റെ കാശ് മുഴുവനും കൊണ്ടുപോകും. എല്ലാ സാധനങ്ങളും കെട്ടിപ്പെറുക്കി കൊണ്ടുപോകും. ഇവിടെ എന്റെ പിള്ളേർ തിന്നോ കുടിച്ചോ എന്നൊന്നും അവൾ അന്വേഷിക്കുകയില്ലായിരുന്നു. അതുപോലെ എന്റെ മരുമോക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ നീ എന്റെ മോളായാലും ശരി. അവളും പണിക്ക് പോകുന്നുണ്ട്, അവനും പണിക്ക് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കുന്നത്. അവർ സമ്പാദിക്കുന്ന കാശ് ഇറങ്ങാനും ഇവിടെ ഉള്ളത് കൊണ്ടുപോകാൻ, ഇവിടെ ഉള്ളതെല്ലാം എന്റെ മകനുള്ളതാണ്. നിനക്കുള്ളതൊക്കെ തന്നാ നിന്നെ കെട്ടിച്ചു വിട്ടത്. ഇനി നിനക്ക് ഇവിടെ തരാനൊന്നുമില്ല. നീ ഈ മാസം എന്തെങ്കിലും കെട്ടിപ്പറിക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. വേണേ അവളെ വല്ല സഹായിക്കാൻ, അവൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന, അവളെ വല്ല സഹായിക്കാനോ പിടിക്കാനോ വന്നു. മതി അമ്മേ, നിർത്ത്. ഒരു കാട്ടുമാക്കാനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് എന്റെ നേരെ കിടന്ന് ചാടുന്നോ? എന്നോട് സമ്മതം ചോദിച്ചിട്ടാണോ ഒരു പണിക്കും പോകാതെ ദേഹം അനങ്ങാതെ വീട്ടിലിരിക്കുന്ന ആ കാട്ടുമാക്കാനെ കൊണ്ട് എന്നെ കെട്ടിച്ചത്? ആണോ? ഒരു പണിക്കും പോകിയല്ല, നല്ല ആരോഗ്യമുണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് അയാളെ പോറ്റാൻ വേണ്ടിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കണം, അയാളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിട്ട്. 3 മക്കളും ഉണ്ട്. ദൈവമേ, ചേച്ചിക്ക് ഇഷ്ടമില്ലാതെയാണോ കല്യാണം നടത്തിയത്? അത് ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തിനെ കൊണ്ട്? ഓലക്ക എന്നോട് സമ്മതം ചോദിച്ചിട്ട് എന്റെ ഇഷ്ടത്തിനനുസരിച്ച്, കാണാൻ ഇച്ചിരി തടിയുണ്ട്, കറുത്തിട്ടാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനല്ലേ, അതുകൊണ്ട് തന്നെ കെട്ടിച്ചു വിട്ടത്. എന്തൊരു കഷ്ടമാമ്മ ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നത്. ശ്ശോ, അയാളുടെ ക്രൂരതകൾ സഹിച്ച് 3 മക്കളെയും കൊണ്ട് ഞാൻ ആ വീട്ടിൽ ജീവിക്കുന്നതേ, വേറെ എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നിങ്ങൾ ആരും നാണം കിടണ്ട, എന്നെ പ്രതി ആരും നാണം കിടണ്ട. നിങ്ങളെങ്കിലും നാട്ടിലുള്ള നിലയും വിലയും കളയാതെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ക്ഷമയുടെ അങ്ങേയറ്റം കെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. എന്നെ വെറുതെ ഭ്രാന്തളപ്പിക്കരുത് അമ്മ. ദിവ്യ, നിനക്ക് അറിയത്തില്ല ഇവരെ. നിങ്ങളൊരു അമ്മയാണോ? സ്വന്തം മകളോട് ഇതുപോലൊരു ക്രൂരത കാണിച്ച നിങ്ങളൊരു അമ്മയാണോ? നിങ്ങളുടെ കൂട്ടുകാരത്തേക്ക് നിങ്ങൾ കൊടുത്ത വാക്ക്, പഠിക്കുന്ന കാലത്ത് നിങ്ങൾ കൊടുത്ത വാക്ക്, നിങ്ങൾക്ക് ഒരു മകൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മോനെ കൊണ്ട് കെട്ടിച്ചോളാന്നല്ലേ? ആ വാക്കിന് വേണ്ടിയിട്ടല്ലേ ആ കാലമാടനെ കൊണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിച്ചത്? അവനെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. ലോകത്ത് ഒരമ്മയും സ്വന്തം മകളോട് ഇതുപോലൊരു ക്രൂരത കാണിക്കൂല. നിങ്ങളെ അമ്മ എന്ന പേരിന് പോലും അർഹയല്ല. എടി മോളെ. മോള്? ആരുടെ മോള്? എന്റെ പഠിത്തം, എന്റെ ജീവിതം എല്ലാം തൊലച്ച സ്ത്രീയാ നിങ്ങള്. എന്നിട്ട് ഇന്ന് വരെ ഞാനതൊന്നും നിങ്ങളോട് കാണിച്ചിട്ടില്ല. ഇതിപ്പോ നിങ്ങളെ എന്നെ കൊണ്ട് പറയിച്ചതാ, അറിയാവോ? കൊള്ളാമേ, കഷ്ടമുണ്ട്. എന്നിട്ട് അമ്മ ഈ പാവത്തിനടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതല്ലേ? ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെ അമ്മ ജീവിക്കുന്നത്? അമ്മ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ ജീവിക്കും? കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടമ്മേ. അതും പണിക്കും പോകൂല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് എങ്ങനെ അയാളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തേന്ന്. ഇതൊക്കെ അമ്മയുടെ കളിയായിരുന്നല്ലേ? പാവം. അമ്മയോട് എനിക്കിപ്പോ നല്ല ദേഷ്യം തോന്നുവാ. അമ്മയ്ക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹം കണ്ടപ്പം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, എൻ്റെ അമ്മായിയമ്മ നല്ല പാവമാണ്, നല്ല സ്നേഹമുള്ളതാണ്, എൻ്റെ മോളെപ്പോലെയാ കരുതുന്നതെന്ന്. പക്ഷെ മോളോട് ഈ ക്രൂരത കാണിച്ചിട്ട് മരുമോളെ സ്നേഹിക്കാൻ വരണ്ടമ്മേ. അമ്മയുടെ സ്വഭാവം എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. പിന്നെ അയാളുടെ ക്രൂരതകളും സഹിച്ച് ചേച്ചി അവിടെ ജീവിക്കുമൊന്നും വേണ്ട. സഹിക്കാൻ പറ്റാത്ത എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നു. എന്നെ നാത്തൂരായിട്ട് കരുതൊന്നും വേണ്ട, സ്വന്തം അനിയത്തിയായിട്ട് കരുതിയാൽ മതി. ചേച്ചി അവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഞാൻ ഇനി സമ്മതിക്കൂല. ഇവിടെ ആർക്കാ എത്ര പേര് സൂക്കേടെന്ന് ഞാനൊന്ന് നോക്കട്ടെ.